കട്ടിയായ ഗോളം ഉരുക്കി കട്ടിയായ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഗോളത്തിൻ്റെയും വൃത്തസ്തൂപികയുടെയും ആരങ്ങൾ തുല്യം. ഗോളത്തിൻ്റെ ആരത്തിൻ്റെ എത്ര മടങ്ങാണ് വൃത്തസ്തൂപികയുടെ ഉന്നതി? അപ്പോൾ കട്ടിയായ ഗോളം ഉരുക്കിയിട്ട് കട്ടിയായ വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തവും വൃത്തസ്തൂപികയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നതിനുള്ള സൂത്രവാക്യം 4/3 πr³ ആണ് ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നതിനുള്ള സൂത്രവാക്യം. വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണുന്നതിനുള്ള സൂത്രവാക്യം 1/3 πr²h. രണ്ടിൻ്റെ സൂത്രവാക്യം എഴുതി. ഇനി ഒന്ന് ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ വ്യാപ്തങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സമം എന്നെഴുതി വയ്ക്കാം. ഇതിൽ r എന്ന അക്ഷരം ആരത്തെ സൂചിപ്പിക്കുകയാണ്. ഈ രണ്ടിൻ്റെയും ആരങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോളത്തിൻ്റെ വൃത്തസ്തൂപികയുടെയും ഗോളത്തിൻ്റെയും ആരങ്ങൾ തുല്യം. അതുകൊണ്ട് ഇതേ അക്ഷരം നമ്മൾ എഴുതിയാൽ മതി. ചെറിയ ആർ ഇവിടെ എഴുതി, ഇവിടെയും ചെറിയ ആർ എഴുതിയാൽ മതി. കാരണം ആരങ്ങൾ തുല്യം. പിന്നെ ഇതിൽ നമുക്ക് ഇതൊരു സമവാക്യമാണ്. ഒരുപോലെ വരുന്നത് വെട്ടിക്കളയാം. ഇതിൽ പൈ വെട്ടിക്കളയാം നമുക്ക്. അതുപോലെ സമവാക്യമായതുകൊണ്ട് ഇവിടെ ഛേദവും തമ്മിൽ വെട്ടാം. ഈ 3 വെട്ടിക്കളയാം. ബാക്കി ഇവിടെ 4 × r³ എന്ന് പറഞ്ഞാൽ നമുക്ക് r × എന്ന് എഴുതാം. സമം ഇവിടെ പിന്നെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ മാറ്റില്ല. ബാക്കി r² എന്ന് പറയുമ്പോൾ r × h. ഇതിൽ നമുക്ക് r വെട്ടിക്കളയാം. കാരണം രണ്ടിൻ്റെയും ആരങ്ങൾ തുല്യമാണ്. അപ്പോൾ ഈ ഒരു ആറും വെട്ടിക്കളഞ്ഞു. അടുത്ത ആറും വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 4 × r സമം ഇവിടെ എന്താ ഉള്ളത്? h. അതായത് ഇത് ഗോളത്തിൻ്റെ വ്യാപ്തമായിരുന്നു. അപ്പോൾ ഇതിൽ ഗോളത്തിൻ്റെ ആരത്തിനെ 4 കൊണ്ട് ഗുണിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉന്നതി കിട്ടും. അതായത് വൃത്തസ്തൂപികയുടെ ഉന്നതി എന്ന് പറയുന്നത് ഗോളത്തിൻ്റെ ആരത്തിൻ്റെ 4 മടങ്ങാണ്. ചോദ്യം: ഗോളത്തിൻ്റെ ആരത്തിൻ്റെ എത്ര മടങ്ങാണ് വൃത്തസ്തൂപികയുടെ ഉന്നതി? ഗോളത്തിൻ്റെ ആരത്തിൻ്റെ 4 മടങ്ങാണ് വൃത്തസ്തൂപികയുടെ ഉന്നതി.